എവരിവൺ, എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ ഡിസംബർ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ എല്ലാ ഏരിയാസിലും ഡിസംബറിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, തേർഡ് ഹാഫ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന 3 പൈൽസിൽ ഒന്ന് ചൂസ് ചെയ്യുക. പോസ് ചെയ്ത് ഏറ്റവും റെസനേറ്റ് ആവുന്ന ഒരു പൈൽ ചൂസ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഫുൾ റീഡിംഗ് കാണാം, അല്ലെങ്കിൽ ഒന്നിന് കൂടുതൽ പൈൽസ് കാണാം. നമുക്ക് പൈൽ വെച്ച് കാണാം. ഓക്കെ, ഹലോ പൈൽ നമ്പർ 1. സോ നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. ഫസ്റ്റ് നമ്മൾ ഓരോ ഓവറോൾ എനർജി ബേസ്ഡ് ആണ് നോക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഓൾ ഏരിയാസിലും ഉള്ള റീഡിംഗ് നോക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് ഇപ്പോഴത്തെ നിങ്ങൾ എങ്ങനെ ആക്ഷൻ എടുക്കുന്നു എന്ന് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫുൾ ഡിസംബർ മന്ത് ഉണ്ടായിരിക്കാൻ പോവുക. ഇപ്പം ഞാൻ ഈ റീഡിംഗ് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നടക്കുള്ളൂ വെച്ചിട്ട് ഇരിക്കരുത്. നിങ്ങൾ അതിനനുസരിച്ച് റെസനേറ്റഡ് ആയിട്ട് ആക്ഷൻസ് എടുക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ റീഡിംഗ് റെസനേറ്റ് ആവും. എന്താ ഗൈഡൻസ് വരുന്നത് അതിനനുസരിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് ഏതൊരു ഏരിയാസിലായി കഴിഞ്ഞാലും. സോ നിങ്ങളുടെ കറണ്ട് എനർജീസ് ആണിത്. ഓക്കെ, ഇതിൽ കാണുന്നവർ മിക്ക പേരും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്. പക്ഷെ ആ ന്യൂ ബിഗിനിങ്സ് വരുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ്. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളത്, നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് എന്തൊക്കെ ചെയ്യണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതെന്തൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു ബോൾഡ് ആക്ഷൻസ് എടുക്കുക. ട്രൂത്ത്ഫുള്ളായിട്ട് സംസാരിക്കുക, ബോൾഡായിട്ട് സംസാരിക്കുക. അതിനനുസരിച്ചൊരു ഹെവി ക്ലാരിറ്റിയിൽ അത് മുന്നോട്ട് പോകുക. ഒരു സ്റ്റക്ക് എനർജിയിൽ സ്റ്റക്കായി എടുക്കാണ്ട് ഒരു തിങ്കിങ് എനർജിയിൽ സ്റ്റേ ചെയ്ത് നിൽക്കാണ്ട് സ്വന്തമായൊരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് നയിക്കുക. അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ബട്ട് എപ്പോഴും നിങ്ങൾ അവിടെ ഒരു ആക്ഷൻ എടുക്കണം. ടാറോ റീഡിങ് കണ്ടു എന്ന് വെച്ചിട്ട് അതങ്ങനെയാണെന്നല്ല. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് അത് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. സോ അതിൽ നിന്നൊരു ഭയങ്കര ബോൾഡായിട്ടൊരു ഡെസിഷൻ എടുക്കേണ്ടിയിരിക്കണം. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡിവൈൻ ഈസ് വാച്ചിങ് യു. ഈ ഡിവൈൻ യൂണിവേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെ തന്നെ വാച്ച് ചെയ്യുക. നിങ്ങളെ തന്നെ സ്വന്തം ഇൻസ്പിറേഷൻ എടുത്ത് സ്വന്തമായി നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി അത് മുന്നോട്ടത്തേക്ക് പോവുക. സ്വന്തം ഒപ്പീനിയൻസോട് ട്രൂത്ത്ഫുള്ളായിട്ട് ക്ലാരിറ്റിയോടുകൂടെ ബോൾഡായിട്ട് എവിടെയാണോ അത് ക്ലിയർ ആയിട്ട് സംസാരിക്കുക, മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ സക്സസ്, ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് ഡിസംബർ മന്താണ്. ആ ഡിസംബർ മന്തോട് കൂടെ നിങ്ങളൊരു ക്ലിയർ ആക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ്, ന്യൂ സക്സസ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവിടെ തുറന്ന് കിട്ടുന്നു. ഇയാളുടെ പിന്നിലൊരു യു ആർ ഡിവൈൻലി ഗൈഡ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ആൻസർ ഉണ്ട്. ബട്ട് അത് നിങ്ങൾ പ്രാക്ടിക്കലാക്കണം. എന്താണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഭയങ്കര ബോൾഡായിട്ട് ഡിസിഷൻ ഉറച്ച് തീരുമാനം എടുക്കുക. എന്തോ പ്രഷ്യസ് ആയിട്ട് കാണുന്ന എന്തോ ഒരു സംഭവമാണ്, നിങ്ങളുടെ ഡ്രീം ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ഉറച്ചൊരു തീരുമാനം എടുക്കുക. ഡെഫിനറ്റ്ലി അതിനൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം നിങ്ങളുടെ ഹെൽത്ത് വൈസ് നോക്കാം. പൈൽ നമ്പർ 1, ആദ്യം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഹാഫ് ഓഫ് ഡിസംബർ. ഓക്കെ, ഐ എം സോറി, ഞാൻ ഡിസംബർ മന്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഇയറിലേക്കുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. മേ ബി ഈ ഡിസംബറിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ ആവാൻ പോകുന്നത്. സക്സസ്, വിക്ടറി. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഡിസംബർ മന്തെന്ന് എടുത്ത് പറയുമ്പോഴും ഞാൻ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ 2026 ഫോക്കസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, തേർഡ് ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ ഈ പൈൽ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഡിസംബറിൽ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ 2026 ആവാൻ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന, നിങ്ങൾ എത്രത്തോളം അത് അലൈൻഡ് ആക്ഷൻസ് എടുത്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നു, ഡെഫിനറ്റ്ലി ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിക്ടറി സൺ കാർഡ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, നമുക്ക് ഡിസംബറിൽ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും നോക്കാം. പൈൽ നമ്പർ 1, ഡിസംബർ ഹെൽത്ത് എങ്ങനെയായിരിക്കും? ടാറോട്ടിൻ്റെ പ്രശ്നമാണ്, നമുക്ക് എവിടേക്കാണ് പോണേന്ന് അറിയില്ല. ഓക്കെ, നിങ്ങൾ ഹെൽത്ത്
നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ബാലൻസ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പിന്നെ പക്ഷേ എവിടേക്കോ ഒരു ടെൻഷനുണ്ട് ഹെൽത്തിനെ കുറിച്ച്. ഒരു ചെറിയ ടെൻഷൻ, ഒരു സെറ്റ് ഓഫ് പീപ്പിളിൽ ചെറിയ ടെൻഷനുണ്ട്. ബട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറ്റാവുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് കടന്നു വരാനുള്ള വിൽ പവർ ഉണ്ട്. ബിക്കോസ് നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ ഹെൽത്തിന് ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെൻഷനാണ്, എന്തൊക്കെയോ വരും, എന്തൊക്കെയോ ഇതുള്ള ടെൻഷനാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി മാറ്റാമെന്നുള്ളൊരു വിൽ പവറും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ ഡിവൈൻ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് മീൻസ് ഏതൊരു രീതിക്കായാലും ഒരു ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എല്ലാ റിസോഴ്സസും ടൂൾസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ഹെൽത്ത് ഈസ് ബ്യൂട്ടിഫുൾ. അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക. നിങ്ങൾക്കതിന് പറ്റും, നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവും ഉണ്ട്. കരിയറിൽ എന്താ വരുന്നത്, അത് നമുക്ക് കുറച്ച് ടാറോ കാർഡ്സ് എടുത്ത് ഹാൻഡ് മെയ്ഡ് കാർഡ്സ്. ഓക്കെ, ഹാൻഡ് മെയ്ഡ് കാർഡ്സ് എടുക്കാം. കരിയറിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഹാൻഡ് മെയ്ഡ് കാർഡ്സ് നോക്കാം. കരിയറിൽ എന്താണ്, വാട്ട്സ് കമ്മിങ് ഫോർ പൈൽ നമ്പർ 1 കരിയർ. ഒരു കാർഡും കൂടെ എടുക്കാം. ഓക്കെ, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളൊരു ഒപ്പീനിയൻ എടുക്കണം. അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലായാലും ഷിഫ്റ്റ് വരാം. അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങൾ എന്തൊരു സ്മോൾ എഫേർട്സ് ആണ് അവിടെ ഇട്ടേണ്ടതെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഡെയിലി അത് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഒരു മാസീവ് റിസൾട്ടാണ്. എങ്ങനെയാണ് കാർഡ്സ് കണക്റ്റ് ആവുന്നതെന്ന് കണ്ടോ? മാസീവ് റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവുന്നോ നിങ്ങൾക്ക് അതിലൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാലും അതിൽ നിന്നൊരു പോസിറ്റീവ് ഷിഫ്റ്റ് എപ്പോഴും ഉണ്ട്. ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു പൊട്ട സമയമാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കതിൽ നിങ്ങളുടെ എഫേർട്സാണ് മാറ്റർ ചെയ്യണം. നിങ്ങളിടുന്ന സ്മോൾ എഫേർട്സ് ആയാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങളുടെ എഫേർട്സിന് റെക്കഗ്നേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് അപ്രീസിയേഷനും വിസിബിലിറ്റിയും വരുന്നുണ്ട്. കാർഡ്സ് കണക്റ്റ് ആവുന്ന കണ്ടോ? ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഫോഴ്സ് ചെയ്തിട്ട് നടക്കാൻ, ഇപ്പോൾ ഫോഴ്സ് ചെയ്തിട്ടുള്ളൊരു സക്സസ് വേണ്ടിയിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക. അതിൻ്റേതായിട്ടുള്ളൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ കറക്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. സോ ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ക്ലിയർ ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ എഫേർട്സ് ഇടുക. നിങ്ങൾ ഹാർഡ് വർക്ക് ആയാലും, ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യണം എന്നല്ല, ഫ്ലോ, അത് നിങ്ങൾക്ക് ചെയ്യേണ്ട പാർട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ കൺസിസ്റ്റൻസി കാർഡ്സ് കൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ലവ് ലൈഫിലുള്ള ആദ്യം ലവ് ലൈഫ് നോക്കാം. നിങ്ങൾ എന്ത് ഒരു സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ ലവ് ലൈഫ് ഡിസംബർ എങ്ങനെയായിരിക്കും? ലവ് ലൈഫ് ഫോർ പൈൽ നമ്പർ 1. ലവ് ലൈഫ്. ഓക്കെ, ക്ലിയർ മെസ്സേജസ് ആണ്. നിങ്ങൾ ലവ് ലൈഫിൽ ഭയങ്കര അധികം നിരാശരാണ്, കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര അധികം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി വയ്യ, കോൺഫ്ലിക്ട്സ് ആണ് കൂടുതൽ, തല്ലുകൂടി കഴിഞ്ഞ് അടിച്ച് പിരിഞ്ഞ് ഇമോഷൻസാണ് കൂടുതൽ. എനിക്കൊരു ഈഗോ വാർ പോലെയാണ് തോന്നുന്നത്. ഈഗോകൾ തമ്മിൽ തല്ലുകൂടുന്നു. രണ്ടുപേരുടെ ഈഗോസ് തമ്മിൽ ക്ലാഷ് ആവുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു, നിങ്ങൾ ഇത്ര അധികം എഫേർട്ട് ഇട്ടു ഒരു റിലേഷൻഷിപ്പിൽ, ഇനിയും എന്താ കാര്യമുള്ളത് എന്നുള്ള ഒരു സ്റ്റേജ് വരെ എത്തി. 9 of Wands, 10 of Swords. പക്ഷേ നിങ്ങളുടെ ലവിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ ഷിഫ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണൽ കണക്ഷൻസ് വരുന്നുണ്ട്. ചെറിയ ഓബ്സ്റ്റക്കിൾസ് ആണ്, ബട്ട് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണൽ കണക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരും. ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. പെട്ടെന്നൊരു മാറ്റം കാണുന്നില്ലെന്നുണ്ടെങ്കിലും അത് സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നിട്ടുള്ള മെസ്സേജസ് ആഗ്രഹിക്കുന്നവരാണ്, സെപ്പറേഷനാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളുടെ പേഴ്സണിൽ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ നോക്കാം. പൈൽ നമ്പർ 1 മെസ്സേജസ് ഫ്രം ദെയർ പേഴ്സൺ. ലോട്ട് ഓഫ് ഡ്രാമ. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡ്രാമ. ഡ്രാമ ഇതൊരു പൊട്ട വാക്കല്ല, കൂടുതൽ കോൺഫ്ലിക്ട്സ്, ഡ്രാമ, ഇമോഷൻസ് വെച്ചിട്ടുള്ളത്. ആൻഡ്
ഹേർട്ട് വന്നിട്ടുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും ഹേർട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അവരവരുടെ ഫീലിങ്സ്, ട്രൂ ഫീലിങ്സ് ഹോൾഡ് ചെയ്യുകയാണ്, അവർ റിയലി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ടഫ് സിറ്റുവേഷൻസ് വരാൻ കാരണം. ആരുടെയും ട്രൂ ഫീലിങ്സ് എടുത്ത് പുറത്ത് കാണിക്കുന്നില്ല. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ട്രൂ ഫീലിങ്സ് കാണിക്കുന്നില്ല, അവരെന്തൊക്കെയോ കാര്യങ്ങളിൽ സ്കെയർഡാണ്. കുറച്ചും കൂടെ കാണിച്ച് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവില്ല കേട്ടോ. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അനുസരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതില്ല. വിചാരിക്കുന്നുണ്ട് അവർക്കൊരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയാൽ കൊള്ളായിരുന്നു, ബട്ട് എല്ലാം ടൂ മച്ച് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. എല്ലാം ടൂ മച്ച് ആയതുകൊണ്ട് ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ബട്ട് പേടിക്കേണ്ടതില്ല, നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ അത് ഡിവൈൻ ടൈമിങ്ങിലേക്ക് വിട്ടിരിക്കുക. നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് നോക്കാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പൈൽ നമ്പർ 1 കാണുന്നവരെന്താണ് ലവ് ലൈഫിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ഇതിൽ കൂടുതൽ എന്ത് കാഴ്ചയല്ലേ? ലീവ് ഇറ്റ് ടു ഡിവൈന് വിട്ടേക്കുക. നിങ്ങൾ ഡിവൈനിന് ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ വിട്ടിരിക്കുക. നിങ്ങൾ എന്തൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായാലും ഡിവൈൻ ഇസ് കോളിങ് യു ടു വേക്കപ്പ് ഫ്രം ദാറ്റ്. അതിൽ നിന്ന് എഴുന്നേൽക്കൂ, ഡിവൈനിൽ വിട്ടിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തോളൂ. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് അണ്ടർ ഡിവൈൻ ടൈമിങ്ങിൽ. അത് ഹാർമോണിയസ് ആയിട്ട് എല്ലാം പോസിറ്റീവായിട്ട് നടക്കും. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേസിങ് എനർജി എന്നുള്ള കാര്യത്തിൽ വിട്ടേക്കുക. ലെറ്റ് ഇറ്റ് ഗോ ടു ഡിവൈൻ. നിങ്ങൾ ഡിവൈനിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക, അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് ഡിവൈൻ വിൽ ബ്ലെസ് ദിസ് റിലേഷൻഷിപ്പ് ഇഫ് ഇറ്റ്സ് മെൻറ്റ്. മോർ ബ്യൂട്ടിഫുൾ റിയൂണിയൻ, മോർ ബ്യൂട്ടിഫുൾ ലവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇനി ഒരു നമുക്ക് ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ എങ്ങനെയായിരിക്കും നമുക്കതിനെല്ലാം കാണിച്ചു കൊടുക്കാം. നിങ്ങളിതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഡിസംബർ എൻഡ് ആകുമ്പോഴത്തേക്കും എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്, അതല്ല നിങ്ങൾ ഈ എനർജി മര്യാദയ്ക്ക് ഷിഫ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്, അങ്ങനെ നോക്കാം. അതാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇതൊക്കെ എനർജി വർക്ക് കറക്റ്റ് ആക്കുകയാണ്, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അലൈൻഡ് ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. എനിക്ക് ഒരുമിച്ചുള്ള എനർജീസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പാത്ത് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പുള്ള് ചെയ്യാൻ തുടങ്ങും. കുറേ ഇല്യൂഷൻസ്, കുറേ നെഗറ്റീവ് ചിന്തകൾ, കുറേ കാര്യങ്ങൾ, കുറേ ഇല്യൂഷൻസ്, കുറേ പാത്ത്സ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങളെ നെഗറ്റീവ് എനർജീസ് കൂടുതൽ ഡോമിനൻ്റ് ആവാൻ ചിലപ്പോൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ഡിസിപ്ലിൻ ആയിരിക്കാം. നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം, നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം, അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മൈൻഡ്ഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് അതിന് തിരിച്ചു വരാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ കുറേ നാളുകളായിട്ടൊരു കാര്യത്തിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ഇടേണ്ടെന്ന് മനസ്സിലാക്കുക. അതൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മതി. ബിക്കോസ് അതിൽ നിന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ആണ്. എല്ലാ ഏരിയാസിലും നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ആണ് വരാനിരിക്കുന്നത്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഡിവൈനായിട്ട്, ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആയാലും ലവിലായാലും കരിയറിലായാലും എല്ലാത്തിലും നിങ്ങൾക്ക് ഡിവൈനായിട്ടൊരു ബ്ലെസ്സിങ് തരുകയാണ്. ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള ഡിവൈൻ ഗൈഡൻസ് ഉണ്ട്. അതിന് ഡിവൈൻ ഗൈഡൻസ്, ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. ഞാൻ തുടക്കത്തിൽ റീഡിങ്ങിൽ എനിക്ക് കാർഡ്സ് കിട്ടാണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുണ്ട്. ബട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, കറക്റ്റ് ചോയ്സ് എടുക്കുക. പല ചോയ്സുകളിലും ഇതാക്കാണ്ട് നിങ്ങൾക്കറിയാം എന്താണ് വേണ്ടത്, എന്താണ് എടുക്കേണ്ടതെന്നുള്ളത്. ആ ഓരോ ചോയ്സ് നിങ്ങൾ എടുക്കുന്നതിലും ഓരോ സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സോ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ചെറിയ എഫേർട്സ് ആയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി ഡിവൈൻ ഗൈഡൻസ് ഉണ്ട്, ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും. സോ അത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കി ചെയ്യുക. ആൻഡ് ബ്യൂട്ടിഫുൾ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. സോ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ ഗൈഡൻസ്, കസ്റ്റം സബ്ലിമിനൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ചോദിക്കാത്ത വരെ എന്നോട് സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യരുത്.
ഡൗട്ട്സ് ഓർ ക്വയറീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഹായ് പൈൽ നമ്പർ 2, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസംബർ മന്ത് എങ്ങനെയായിരിക്കും? സോ നിങ്ങളുടെ എനർജി ബേസിസിൽ ആയിരിക്കും ഇനി നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും, നെക്സ്റ്റ് ഇയർ എങ്ങനെയായിരിക്കും ഉണ്ടാകും പോവുക എന്ന് നമുക്കറിയാം. സോ ഫസ്റ്റ് നമ്മൾക്ക് നിങ്ങളുടെ എനർജി എന്താണ്, കറണ്ട് എനർജീസ് നോക്കാം. അതിനനുസരിച്ചുള്ള ഗൈഡൻസ്, പിന്നെ എല്ലാ ഏരിയസിലും നമുക്ക് സെപ്പറേറ്റ് കാർഡ്സ് എടുക്കാം കേട്ടോ. കറണ്ട് എനർജീസ് ഓഫ് പൈൽ നമ്പർ 2. Current energies of pile number 2. കുറേ എനർജീസ് ഉണ്ടല്ലോ. ഞാൻ എപ്പോൾ ടാറോ റീഡിങ്ങിൽ ഇരിക്കുമ്പോഴും ഒരു പൈൽ ആൾക്കാരുകൾ എപ്പോഴും ഒരു സെറ്റ് ഓഫ് സ്പെസിഫിക് എനർജീസ് എനിക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആ സെറ്റാണ് പൈൽ നമ്പർ 2. അത് തന്നെയാണ് പൈൽ നമ്പർ 2. ബട്ട് അതിൽ നിന്ന് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജീസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വളരെയധികം ബ്യൂട്ടിഫുൾ എനർജീസാണ് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജീസ്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഞാനിപ്പോൾ ടാറോ റീഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ഈ എനർജി മാറ്റാൻ ശ്രമിച്ചാലേ, അത് അലൈൻഡ് ആക്ഷൻസ് എടുത്താലും എനർജി മാറ്റി കഴിഞ്ഞാലേ അത് റെസനേറ്റ് ആവുള്ളൂ. ഇതിങ്ങനെ ഇനിയായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെസനേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊരു എനർജി ആയാലും വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഒരു പാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ ആൾക്കാരുകൾ കൊണ്ടുപോയി എന്നുള്ളൊരു തോന്നലുകളുണ്ട്. എപ്പോഴും എനിക്കൊരു റീഡിങ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പൈൽ എപ്പോഴും വരാറുണ്ട്. നിങ്ങളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഒരു ചീറ്റിംഗ് എനർജി, ആൾക്കാർ എന്തൊക്കെയോ നിങ്ങളുടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളൊരു എനർജി. അത് കാരണം വളരെയധികം ഇമോഷൻസ് നിറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊരു എൻഡിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് നിങ്ങളുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയതാണ്. നിങ്ങൾക്കതിൽ ക്ലാരിറ്റി ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അൺസർട്ടൺ ആണ്, എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ സെൽഫ് വർത്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. വിച്ച് ഇസ് എ സിക്രൽ ചക്ര അല്ല, സോളാർ പ്ലെക്സസ് ചക്ര. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര വർക്ക് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ തുടങ്ങണം. ആൻഡ് ബാലൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത്, സെൽഫ് കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഭയങ്കര അൺസർട്ടൺ ആണ്, ഭയങ്കര ഇമോഷണലി ഭയങ്കര അധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു സൈക്കിൾ ടേൺ ആയി. നിങ്ങൾക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിവൈൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ സ്റ്റേജിലാണ്, ഒരു ബ്രേക്ക് ത്രൂ മൊമെൻറ്റിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നും കാണില്ല. ബട്ട് നിങ്ങൾ സെൽഫ് വർത്ത്, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒരു 9 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി, ഫെമിനിൻ എനർജി കാണുന്നുണ്ട്. ബട്ട് ആ ഒരു സെൽഫ് വർത്ത്, കോൺഫിഡൻസ് എനർജിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. സെൽഫ് ലവ്, സെൽഫ് വർത്ത് നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. വളരെയധികം ബ്യൂട്ടിഫുൾ ഷിഫ്റ്റ്സ് നിങ്ങൾ തന്നെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അത് കാരണം നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്, ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. ബട്ട് സ്റ്റിൽ എവിടെയൊക്കെ ഇമോഷൻസ് വരുന്നുണ്ട്. ബട്ട് മനസ്സിലാക്കുക, അതൊരു ബ്രേക്ക് ത്രൂ ഫേസാണ്. ഇതെപ്പോഴും നിൽക്കില്ല. ഡെഫിനറ്റ്ലി ഈ എനർജിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്തിനാണോ ട്രൈ ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്, ആൻഡ് യു ആർ ഡൂയിങ് ഗുഡ്. ബട്ട് ഈ ഇമോഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചും കൂടെ മെൻറ്റൽ ക്ലാരിറ്റിയോടെ കൂടെ ചിന്തിക്കുക. ലോജിക്കലായിട്ട് ചിന്തിക്കുക. ഇമോഷൻസ് വെച്ച് ചിന്തിക്കാണ്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നോക്കുക, മൈൻഡ്ഫുൾ ആയിരിക്കുക. ആൻഡ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ എനർജി. ഇതൊരു എൻഡിങ് ആണ്, ബ്രേക്ക് ത്രൂ മൊമെൻ്റ് ആണ്. ബട്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, കീപ്പ് ഓൺ ഡൂയിങ് ദിസ്. നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് പൈൽ നമ്പർ 2, ഹെൽത്ത് റിലേറ്റഡ് എന്താണ് പൈൽ നമ്പർ 2 അറിയേണ്ടത്? ഓക്കെ, എന്താണെന്നറിയോ, നിങ്ങളുടെ പൈൽ നമ്പർ 2 കുറേ കാർഡ്സ് വരുന്നുണ്ട് എനിക്ക്.
ഭയങ്കര എനർജീസാണ്. നിങ്ങൾക്ക് റീസെൻ്റ്ലി നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷൻസ് വന്നതിന് ശേഷം നിങ്ങൾ ഭയങ്കരധികം ഹെൽത്ത് ഡൗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഡൗൺ ആയിരുന്നു. നിങ്ങളെ തന്നെ കെയർ ചെയ്യാത്തൊരു മൊമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യാണ്ട് പോയി. ബട്ട് നിങ്ങളത് റീസ്റ്റോർ ചെയ്യണം. അത് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ എമൗണ്ട് ഓഫ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ബട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ബോഡിയിലേക്കുള്ള അലൈൻമെൻറ്റ്, നിങ്ങളുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുക. ആ സ്റ്റക്ക് എനർജിയിൽ ഇപ്പോഴും നിൽക്കാണ്ട് വീണ്ടും നിങ്ങളുടെ ബോഡിയിലേക്ക് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുക, തിരിച്ചതിലേക്ക് വരാൻ തുടങ്ങുക. ബിക്കോസ് അതിൽ നിന്നൊരു ബെറ്റർ ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങളത് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഹെൽത്ത് കാർഡ്. നിങ്ങളെപ്പോൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുന്നോ നിങ്ങളുടെ ബോഡി നിങ്ങളെ വർഷങ്ങളോളം നിങ്ങളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കും. വർഷങ്ങളോളം നിങ്ങളെ ഹെൽത്ത് വെച്ചുകൊണ്ടിരിക്കും, ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ക്ലാരിറ്റി വരാൻ തുടങ്ങും. നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുക. ആ ഒരു കറക്റ്റ് എനർജി അലൈൻമെൻറ്റ് കറക്റ്റ് ആവാൻ നോക്കുക. കുറച്ചും കൂടെ പ്രാക്ടിക്കലായി എല്ലാ പ്രാക്ടിക്കലും ഇപ്പോൾ മെൻ്റൽ ക്ലാരിറ്റിയിലൊക്കെ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽത്ത് മെല്ലെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുക. ഒറ്റയടിക്ക് ചെയ്യണം എന്നല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക. അതിൽ നിന്ന് ഒരു ബെറ്റർ ചേഞ്ചസ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ബെറ്റർ ചേഞ്ചസ്, ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ഹെൽത്ത് ഡെഫിനറ്റ്ലി ബെറ്റർ ആവും. ബട്ട് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം. നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി, കൺഫ്യൂഷൻസ്, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളാണ് എല്ലാ കൺഫ്യൂഷൻസ് കാരണം പഠിക്കാൻ പറ്റായ്മ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ ഡയറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക, നിങ്ങളുടെ റുട്ടീൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്, ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക. നിങ്ങൾക്കറിയാം എവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം, അതൊക്കെ ചെയ്യുക. സ്വന്തമൊക്കെ ആയിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി പ്രസൻറ്റബിൾ ആവുക. എപ്പോഴും വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോയാലും പ്രസൻറ്റബിൾ ആവുക. അങ്ങനെ ചെറിയ സെൽഫ് ലവ് കെയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ലൈഫ് ലോങ് അത് വളരെയധികം നിങ്ങളെ ഹെൽപ്ഫുള്ളായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ഷാർപ്പാവാൻ തുടങ്ങും, ഫോക്കസ് ഷാർപ്പാവാൻ തുടങ്ങും. അതിൽ നിന്നൊരു നല്ലൊരു ഹെൽത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതിനൊരു ഡീപ്പ് റീകാലിബ്രേഷൻ്റെ ഒരു ടൈമാണ്. നിങ്ങളുടെ ബോഡിയിൽ പീസ്, സ്റ്റെബിലിറ്റി, ബാലൻസ് എല്ലാം തിരിച്ചു വരും. ഓൺലി വെൻ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, വെൻ യു ടേക്ക് ദ ആക്ഷൻ. ആരും നമുക്ക് വേണ്ടി ഹെൽത്തിൽ വായിൽ വന്ന് ഫുഡ് വെച്ച് തരില്ല, നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാതെ. ഓക്കെ, റെസ്റ്റ് എടുക്കുക, റീസെറ്റ് ചെയ്യുക. ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് വരുന്നുണ്ട്. ഒരു മോശം സമയമാണെങ്കിൽ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറൊരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ബട്ട് അതിൽ നിന്ന് നമ്മളെ ലൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, യു വിൽ ഹീൽ ബ്യൂട്ടിഫുള്ളി. Mark these words. I am healing beautifully. Claim this energy. I am healing beautifully. I am healing healthily, positively, beautifully. നിങ്ങൾ എന്തായാലും ഹീലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയർ എന്താണ്? നിങ്ങളുടെ കരിയറിലുള്ള മെസ്സേജസ് എന്താണ്? നിങ്ങൾക്ക് ഫയൽ നമ്പർ 2 കരിയറിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്? ഫയൽ നമ്പർ 2 കരിയർ. ഒരു ടാരോ കാർഡ് കൂടെ നോക്കാം. കരിയറിലുള്ള മാറ്റങ്ങൾ. ഗ്രാറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് വന്നതെന്ന് അറിയോ? നിങ്ങൾ പോയതിനെ കുറിച്ചിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടു പോയ ടൈമുകളെ കുറിച്ചല്ല, നഷ്ടപ്പെട്ടതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ അവിടെ ഉള്ളതിനെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ അല്ല. സോ ഇപ്പോഴേ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക, യൂണിവേഴ്സിനോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് അവിടെ വേണ്ടാത്തതേ പോയിട്ടുള്ളൂ, വേണ്ടത് ഇപ്പോഴും അവിടെ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ച സെലിബ്രേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ കരിയറിലുള്ള സെലിബ്രേഷൻസ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അബണ്ടൻസി, സെലിബ്രേഷൻസ്, അബണ്ടൻസ്. നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നോ അതിൽ നിന്നാണ് ഈ വെൽത്ത്, മണി ഒക്കെ എനർജിയാണ്. നിങ്ങൾ എത്രത്തോളം ഒരു പോസിറ്റീവ് അബണ്ടൻ്റ് എനർജിയിലാണ് ഇരിക്കുന്നത്, ആ എനർജി ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ മണി ഫ്ലോ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹോപ്പൊന്നൊപ്പൊന്ന് ചെയ്യാൻ പറയുന്നത്. അതെപ്പോഴും നമ്മളെ പോസിറ്റീവ് വൈബ്രേഷൻ ആക്കാൻ. ഓക്കെ, കൺസിസ്റ്റൻസി. നിങ്ങൾക്കും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്തൊരു കാര്യമാണോ ചെയ്തിരുന്നത് അത് എന്തൊക്കെയോ പോയി എന്ന് വിചാരിച്ചിട്ട് നിർത്തരുത്. ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾ കാണുന്നില്ല. ഒരു ബ്യൂട്ടിഫുൾ നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് കാണുന്നില്ല. നിങ്ങൾ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഇസ് ഇൻ ദ 3D, ബട്ട് ബിഹൈൻഡ് ദ സീൻസ് ഡിവൈൻ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ, അബണ്ടൻസ്, ബ്യൂട്ടിഫുൾ മാസീവ് റിസൾട്ട്സ് അവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തോ കാര്യങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടായിന്ന് വരില്ല. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് അവിടെ ഇപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം തന്നെ അവിടെ ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആയിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യാൻ നോക്കാം.
അതിൽ നിന്ന് എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരു ചാലഞ്ചായിട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു 4 of Wands അബണ്ടൻസ് എനർജി, ഫുൾഫിൽമെൻറ്റ് എനർജി, 4 of Wands ഫുൾഫിൽമെൻറ്റ് എങ്ങനെ റെസനേറ്റ് ആവും, എങ്ങനെ ഇത് റെസനേറ്റ് ആവുമെന്ന് പറയൂ. ഫുൾഫിൽമെൻറ്റ് എനർജി, റെക്കഗ്നിഷൻ എനർജി, നിങ്ങളെ അപ്രീസിയേഷൻ, വിസിബിലിറ്റി, 11 സി എനിക്കിതിന്ന് എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 11 നിങ്ങളുടെ അപ്രീസിയേഷൻ, വിസിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ കീ. ആ പോസിറ്റീവ് വൈബ്രേഷൻ, ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബിഹൈൻഡ് ദ സീൻസ് എവറിത്തിങ് ഇസ് നിങ്ങൾക്കവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 11 ക്ലെയിം ദിസ് എനർജി. ഇപ്പം തന്നെ ക്ലെയിം ചെയ്തോളൂ. ആൻഡ് ഡെഫിനറ്റ്ലി അതിനുള്ള ആക്ഷൻസ് എടുത്തോളൂ. ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ലവ് ലൈഫിൽ കൂടെ നോക്കിയാലോ. എന്താണ് നിങ്ങൾക്ക് പൈൽ നമ്പർ 1 ഞാൻ ലവ് ലൈഫ് മാത്രമായി പോയി, ഫാമിലി ലൈഫ് എടുത്തില്ല. അതെനിക്ക് വന്നില്ല. അപ്പോൾ സോ ഡെഫിനറ്റ്ലി ആ ഒരു പൈലിന് ലവ് റിലേറ്റഡ് ആയിരിക്കാം. ഇത് നമുക്ക് ഡെഫിനറ്റ്ലി ഫാമിലിയും കൂടെ എടുക്കാം കേട്ടോ. ലവ് ആൻഡ് ഫാമിലിയും കൂടെ നോക്കാം. ലവ് ആൻഡ് അതർ റിലേഷൻഷിപ്സ് ടു, ഫാമിലി, ഫ്രണ്ട്സ്. ആദ്യം ലവ് നോക്കാം. നിങ്ങളുടെ ലവ് ലൈഫ് എന്താണ്, ഏതൊരു ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസംബർ ലവ് ലൈഫിൽ വരാൻ പോകുന്നത് ഫോർ പൈൽ നമ്പർ 2. ബ്യൂട്ടിഫുൾ കാർഡ്സ്. നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു 10 of Pentacles എന്ന് പറഞ്ഞൊരു ഹാപ്പി സ്റ്റേബിൾ ഫാമിലിയാണ്. ഓക്കെ, ഇതിപ്പോൾ റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നത്. എനിക്ക് റിവേഴ്സ്ഡ് ആയിട്ട് എടുക്കാൻ തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം. ചില കാര്യങ്ങൾ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് അപ്പുറത്തൊരു പുതിയ ബിഗിനിങ്സ് ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, കുറേ ഇത് കരിയറിൽ വന്നിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുകയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഉണ്ട്. എനിക്ക് തുടക്കത്തിലുള്ള കാർഡ് കിട്ടിയപ്പോഴും റെസനേറ്റ് ആവുന്ന കണ്ടോ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ക്ലാരിറ്റി ഇപ്പം നിങ്ങൾക്കില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എല്ലാ ട്രൂത്തും എല്ലാ സത്യങ്ങളും എല്ലാ മെസ്സേജസും അത് നിങ്ങൾക്ക് വരും, ക്ലിയർ ആവും. പക്ഷെ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഫോഗി ആയിട്ട് കിടക്കുകയാണ്. അതാണ് പ്രശ്നം. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്ന് ഫുൾഫിൽമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വാക്ക് അവേ. ബിക്കോസ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്, വിക്ടറി ഇൻ ലവ് എന്ന് പറയില്ലേ, അത് നിങ്ങൾക്ക് വരും. അതിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഡിലേ ആക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി സ്റ്റെബിലിറ്റിയിൽ നിന്ന് നിങ്ങൾ ഡിലേ ആക്കി കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ടു യൂണിവേഴ്സ്, ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം, ഗ്രേറ്റ്ഫുൾ ആവാൻ പഠിക്കണം. ആൻഡ് വേണ്ട നമുക്കൊരു കാര്യം എപ്പോഴും ഒരു സംഭവം താങ്ക്ഫുൾ ആയിക്കൊണ്ട് ഞാനിപ്പോൾ പറയണം, എന്നോട് ഒരാൾ ഭയങ്കര താങ്ക്ഫുൾ എനർജിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തോന്നും. അതുപോലെയാണ് യൂണിവേഴ്സ്. കംപ്ലെയിൻറ്റ് എനർജി വിടും, താങ്ക്ഫുൾ ആയിരിക്കും, നിങ്ങൾ ആഗ്രഹിച്ചൊരു ഫാമിലി ലൈഫ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ജസ്റ്റ് ലെറ്റ് ആൻഡ് ഫുൾഫിൽ അല്ലാത്ത സ്ഥലത്തുനിന്ന് ലെറ്റ് ഗോ, ബി ഗ്രേറ്റ്ഫുൾ, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, നിങ്ങളുടെ ഫാമിലി ലൈഫ്, ഫാമിലി റിലേഷൻഷിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണ് അവർക്കുള്ള ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? പെയിൻ, ഭയങ്കര മനസ്സിലാക്കാത്ത പോലെ, ചീറ്റിംഗ് എനർജി, ബിട്രയൽ എനർജി, എക്സ്പ്രഷൻ, അത് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഒരു ഇഷ്യൂസ് കാണുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ബട്ട് വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ അതിൽ നിന്നൊരു പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്നും ചേഞ്ച് ആവും, ഒരു ബെറ്റർ സിറ്റുവേഷൻസ് വരും. നിങ്ങളിപ്പോൾ അനലൈസിങ് സ്റ്റേജാണ്. എവിടെ എന്ത് തെറ്റ് പറ്റിപ്പോയാൽ ജസ്റ്റ് വിട്ടേക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ കരിയർ ആണെന്നുണ്ടെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യുക കൂടുതൽ. ഇപ്പോൾ എന്താണ് ഫാമിലി ലൈഫിലുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എന്താ അവരിപ്പോൾ ചെയ്യേണ്ടത്? ഹീൽ, കൂടുതൽ ഇടപെടണ്ട, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഹീൽ ചെയ്യുക, നിങ്ങൾ ഹീൽ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. വേറെ ഒന്നും ചെയ്യണ്ട. ബാക്കിയെല്ലാം ലെറ്റ് ഇറ്റ് ഗോ ടു ഡിവൈൻ. ഹീൽ ചെയ്യുക, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി ലവ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേഴ്സണിൽ നിന്നുള്ള കുറച്ച് മെസ്സേജസും കൂടെ എടുത്ത് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് പൈൽ നമ്പർ 2 പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ്? പൈൽ നമ്പർ 2 പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് എന്താണ്?
ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെന്നുള്ളവർക്ക് ഇത് കാണാം. റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, ബിക്കോസ് ഇത് വേറെ ആൾക്കാർക്ക് ഉള്ളതായിരിക്കും. പൈൽ നമ്പർ 2 പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ്. ഓക്കെ, എന്താ സെപ്പറേഷൻ ഫേസ് ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് എനർജീസ് ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എടുത്തപ്പോൾ എന്താ പറഞ്ഞത്, അവിടെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ചേസിങ് എനർജിയിൽ ഇതാക്കാൻ നിൽക്കുക. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ഫോർ ദ മൊമെൻറ്റ്, ബിക്കോസ് കറക്റ്റ് ടൈമിൽ റൈറ്റ്. ഇപ്പോൾ കുറച്ച് ഇമോഷണൽ ക്ലാരിറ്റി അല്ല, എല്ലാവരും കൺഫ്യൂസ് സ്റ്റേജിലാണുള്ളത്. രണ്ട് കൂട്ടരും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സോ കുറേ തിങ്കിങ് സ്റ്റേജിലാണ് അവർ. ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം, എന്താ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുകയാണ്. അവർക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആൻഡ് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് നിങ്ങൾ ഭയങ്കര കൈൻഡ് പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര ഒരു ഗുഡ് സോളാണ്. ആൻഡ് അവർ വിചാരിക്കുന്നത് they don't deserve your kindness, they don't deserve you എന്നുള്ളൊരു ഇമോഷൻസിൽ ഓവർവെൽം ചെയ്തേക്കാണെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് അവർക്ക് നിങ്ങളെ വേണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് സ്റ്റിൽ അവർക്ക് എന്തൊക്കെയോ കാരണത്താൽ അവർ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യണില്ല എന്ന് വിചാരിക്കുന്നുണ്ട്, ബട്ട് ഒരു സ്ഥലത്ത് അവർക്ക് ലെറ്റ് ഗോ ചെയ്യാനും പറ്റുന്നില്ല. ബട്ട് അവരെന്തൊക്കെയോ മേ ബി എന്തെങ്കിലും വേറെ സിറ്റുവേഷൻസാൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കരിയർ ആയിരിക്കാം, ഫൈനാൻസസ് ആയിരിക്കാം, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. ബട്ട് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ എനർജീസിൽ വർക്ക് ചെയ്യുക, നിങ്ങൾ ഹീൽ ചെയ്യുക. ഡെഫിനറ്റ്ലി റൈറ്റ് ടൈമിങ്ങിൽ ഇത് വരും. ഓക്കെ, സോ അതാണ് പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജസ്. റെസനേറ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക. പേഴ്സണൽ സെഷൻസ്, ഗൈഡൻസ് ഓർ സബ്ലിമിനൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യുക. ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും, ചെറിയൊരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കണക്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാം. ഓക്കെ, ടാറോ റീഡിങ്സ് ഞാൻ മെല്ലെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും, ഇപ്പോഴല്ല, മെല്ലെ ഓപ്പൺ ചെയ്യാം. സോ അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. വീൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ഫ്ലിപ്പായി ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്, ഡു വെൽ, യു ആർ ഡൂയിങ് വെൽ, കീപ് ഗോയിങ്. ഹായ്, പൈൽ നമ്പർ 3. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. സോ ഫസ്റ്റ് നിങ്ങളുടെ എനർജി ബേസ്ഡ് നോക്കാം, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഓൾസോ നിങ്ങളുടെ എല്ലാ ഏരിയാസിൽ നമുക്ക് ഓരോ മെസ്സേജസ് എടുക്കാൻ നോക്കാം. പിന്നെ മനസ്സിലാക്കുക, നിങ്ങളിതിനനുസരിച്ച് അലൈൻഡ് ആക്ഷൻസ് എടുത്താൽ മാത്രമേ ഇത് എപ്പോഴും റെസനേറ്റ് ആവുള്ളൂ. ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ആ ഗൈഡൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എല്ലാ മെസ്സേജസും എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല. സോ ടേക്ക് വാട്ട് റെസനേറ്റ്സ്, ലീവ് ദ റെസ്റ്റ്. സോ പൈൽ നമ്പർ 3യുടെ കറൻറ്റ് എനർജീസും ഞാൻ ഫീൽ ചെയ്ത പോലെ തന്നെയായിരുന്നു. കറൻറ്റ് എനർജീസ് ഓഫ് പൈൽ നമ്പർ 3. Current energies of pile number 3. Yeah. Pile number 3 sensitive ആണ്. നോട്ട് ഇൻ എ ബാഡ് വേ അല്ല കേട്ടോ, ഭയങ്കര ഇമോഷണലി ഒരു ചീറ്റിംഗ് എനർജി യെസ് ഉണ്ട്. ഞാൻ മറ്റേ 2 പൈലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത്, ഈ പൈല് വന്നപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തു. ഭയങ്കര എനർജീസ് ഓവർവെൽംഡ് ആയിരുന്നു. എനിക്ക് ഈ എനർജീസ് ഓൾറെഡി കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ കുറച്ച് നേരം ഒരു ചീറ്റിംഗ് എനർജി മീൻസ് ഇമോഷണൽ ബിട്രയൽ ഒരു എനർജി, ഭയങ്കര എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾക്ക് സ്റ്റക്കായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല. നിങ്ങൾക്ക് ഭയങ്കരധികം ഇമോഷണൽ പെയിൻ വന്നിട്ടുണ്ട്, ഭയങ്കരധികം ടയേർഡാണ്, എക്സോസ്റ്റഡാണ്, കഴിഞ്ഞു, ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് വയ്യ എന്നുള്ളൊരു ഇതാണ്. പക്ഷേ എല്ലാം ഒരിക്കലും ഇങ്ങനെ ഇതേ എനർജിയിൽ നിൽക്കില്ല, ഒരിക്കലും എല്ലാം ഇതേ എനർജിയിൽ സ്റ്റേ ആവില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ചേഞ്ചസ് വരും. എന്തൊരു ഇതാണെന്നുണ്ടെങ്കിലും എപ്പോഴും ചേഞ്ചസ് വരും, ഒരു ബെറ്റർ ചേഞ്ച് വരും. നിങ്ങൾ ആഗ്രഹിച്ച
ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഉറച്ചു വിശ്വസിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ്, ഒരു ഇമോഷണൽ നിങ്ങളുടെ എന്തൊരു ഔട്ട്കമാണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓർ അത് നിങ്ങൾക്ക് വരും, ഡെഫിനറ്റ്ലി വരും. പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾ അതിൽ നിന്നൊരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കണം. നിങ്ങൾ അതിൽ നിന്നൊരു കോൺഷ്യസ് ഒരു ട്രാവൽ ഞാൻ കാണുന്നുണ്ട്. എബ്രോഡ് ട്രാവൽസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു യെസ് ആണ്. ആൻഡ് നിങ്ങളൊരു വിൽ പവറോട് കൂടെ ഒരു ഡിസിഷൻ എടുക്കുക, കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഫ്യൂച്ചറിലേക്ക് എന്ത് ആക്ഷൻ ആണോ അത് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം അതിൽ നിന്ന് വിൽ പവറോട് കൂടെ ഒരു ഡിസിഷൻ എന്തായാലും എടുക്കുക. ആ ഡിസിഷനിൽ കൂടെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സംഭവങ്ങളും നടക്കും എന്നാണ് ഇതിൽ കാണുന്നത്. സോ എന്ത് ഡിസിഷനാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം നല്ലപോലെ. എന്തൊരു ഡിസിഷനാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോൾഡായിട്ട് അത് എടുക്കുക. അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നടക്കും. ഓക്കെ, ഡിവൈനായിട്ട് നിങ്ങൾക്ക് നടത്തിത്തരും. വിഷമിക്കേണ്ട. ഇപ്പം എന്തൊരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞാലും എപ്പോഴും അതൊരു ബെറ്റർ ചേഞ്ചസ് ഉണ്ട്. ആൻഡ് ഇപ്രാവശ്യം നിങ്ങളുടെ കയ്യിലാണ് ആ ഡിസിഷൻ. നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്ന അനുസരിച്ചിരിക്കും അത് വരില്ലേ എന്നറിയാം. സോ മാക്സിമം നിങ്ങൾക്കറിയാം. സോ എത്രയും ഫാസ്റ്റായിട്ടൊരു നല്ലൊരു ഡിസിഷൻ എടുക്കുക. അതിൽ നിന്ന് എന്തായാലും ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എന്തായാലും അതിൽ നിന്ന് ലഭിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. എന്തൊക്കെ എനർജീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും we should try to learn from it, move on, take better decisions and better days ahead. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ മുന്നോട്ട് എടുക്കുന്നുണ്ട്. എപ്പോഴും ഒരു ചക്രം അങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പൊട്ടയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല സമയം വരും തന്നെ ചെയ്യും. ഇനി ഇപ്പോൾ കാണുന്നവരുടെ യു ക്യാൻ ക്രിയേറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിയാലിറ്റി നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പൈൽ കാണുന്നവർക്കുള്ള ഹെൽത്തിനുള്ള മെസ്സേജസ് എന്താ, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്? പൈൽ നമ്പർ 3 ഹെൽത്ത്. പൈൽ നമ്പർ 3യുടെ സിറ്റുവേഷൻസ് കാരണം ഹെൽത്ത് കുറച്ച് ഡൗൺ ആണ്. ഡൗൺ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഫേസിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങളൊരു ഫേസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മേജർ സിറ്റുവേഷനിൽ കൂടെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഭയങ്കര അൺഹെൽത്തി പാറ്റേൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ടൈമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവാൻ ഡിവൈനായിട്ട് തന്നെ ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ അൺഹെൽത്തി പാറ്റേൺസ് നിന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവും. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻസ് ആണ്. ഞാൻ പറയുകയാണ് ഇങ്ങനെ ആവും എന്നല്ല, നിങ്ങൾ ചെയ്താലേ ഇതിങ്ങനെ ആവുള്ളൂ. സോ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഫുള്ളി റിക്കവറി ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് വരികയാണ്. അതിൽ നിന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നിങ്ങൾക്ക് 2 of Wands, നിങ്ങൾ എപ്പോഴും ഒരു വിൽ പവറോട് നിങ്ങളൊരു ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ട് ഫുള്ളി റിക്കവറായി ഫുള്ളി ഹീലായിട്ട് നിങ്ങൾ വരും. സോ അത് നിങ്ങൾക്കറിയാം. ഡെഫിനറ്റ്ലി സൺ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹെൽത്തി കാർഡാണ്, കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് കാർഡാണ്. സോ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ഒരു വിൽ പവറിൽ നിന്ന് നമ്മളതിൽ നിന്ന് മുന്നേറി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെൻ വി ഹെൽപ്പ് അവർ സെൽഫ്, യൂണിവേഴ്സ് ഓൾസോ ഹെൽപ്സ് അസ്. നമ്മളെപ്പോൾ നമ്മളെ സഹായിക്കുന്നു അന്ന് ഈ പ്രപഞ്ചവും യൂണിവേഴ്സും നമ്മളെ സഹായിക്കും. സോ നിങ്ങൾക്കത് സൺ കാർഡ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഹീലാവും. ആക്ഷൻ എടുത്താൽ മാത്രം മതി. എന്താണോ അൺഹെൽത്തി ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യുക. എന്തൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ തന്നെ നോക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വരും. പക്ഷേ ആ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വരുമ്പോൾ നമ്മൾ ഡള്ളായിട്ടാണോ ഇരിക്കേണ്ടത്, അൺഹെൽത്തി ആയിട്ടാണോ ഇരിക്കേണ്ടത്? ഹെൽത്തി ആയിട്ട് നമ്മൾക്കതൊക്കെ നമ്മൾ റിസീവ് ചെയ്യണ്ടേ. സോ ബോഡി ഹെൽത്തി ആക്കാൻ നോക്കുക, ഹെൽത്തി ആക്കി ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാൻ നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ സ്ട്രോങ് ആവും കേട്ടോ, ഡെഫിനറ്റ്ലി സ്ട്രോങ് ആവും. ജസ്റ്റ് ടേക്ക് ദാറ്റ്, എഴുന്നേറ്റ് വരിക, ജസ്റ്റ് ടേക്ക് ദാറ്റ് ആക്ഷൻ. ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സൺ കാർഡാണ്. കംപ്ലീറ്റ്ലി ഫുള്ളി ഹീൽഡ്, ഫുള്ളി റിക്കവറി, ഫുള്ളി ഹെൽത്തി, ഹാപ്പി, പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, എനിക്കൊരു ടയേർഡ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്.
എനിക്കിത് ചെയ്യുമ്പോൾ ടയേർഡ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ടയേർഡായിരിക്കും ചെയ്യാൻ, ബട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ കൊണ്ട് ഡെഫിനറ്റ്ലി പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഫയൽ നമ്പർ 3 നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ചെസ്റ്റിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് കാണും. ഭയങ്കര ടയേർഡ് എനർജി, ഇമോഷണൽ എനർജീസ് കാണുന്നുണ്ട്. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയർ മെസ്സേജസ് എന്താ നോക്കാം. നിങ്ങളുടെ കരിയർ ഫോർ ഫയൽ നമ്പർ 3. ഫയൽ നമ്പർ 3 കരിയർ. യെസ്, ഒരു ടാറോ കാർഡ് നോക്കാം. ഫയൽ നമ്പർ 3 കരിയർ എന്താണ് വരുന്നത്? ഫയൽ നമ്പർ 3 കരിയർ. ഭയങ്കര പ്രാക്ടിക്കലായിരിക്കുക. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രാക്ടിക്കലായിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാത്ത ആൾക്കാരുകളാണ്. നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര പാഷനേറ്റാണ്. ഗിവ് അപ്പ് ചെയ്യാത്ത ആൾക്കാരുകളാണ്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്നോ അതിൽ നിന്ന് ഗിവ് അപ്പ് ചെയ്യാത്ത ആൾക്കാരുകളാണ്. നിങ്ങൾക്ക് റെക്കഗ്നിഷൻ വരുന്നുണ്ട്. നിങ്ങൾ എന്തൊരു എഫേർട്സ് ഇടുന്നോ അതിൽ നിന്ന് നിങ്ങൾക്ക് റെക്കഗ്നിഷൻ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എഫേർട്സ്, നിങ്ങൾ ചെറിയ എഫേർട്സ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓർ റീബർത്ത് നടക്കുന്നുണ്ട്. സോ എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സെൽഫ് വർത്ത്, ഇറ്റ് മാറ്റേഴ്സ് മോർ. ആൻഡ് പുതിയ കണക്ഷൻ, പുതിയ ബിസിനസ്. ഫയൽ നമ്പർ 3 എനിക്ക് കുറേ ഡിസ്റ്റർബൻസസ് ഉണ്ടായിരുന്നു. എനിക്ക് വീണ്ടും ഫോൺ ഓൺ ആവുക, ഓഫ് ആവുക, അങ്ങനെ. സോ കുറച്ച് ബ്ലോക്കേജസ് ഞാനെല്ലാം സൈനായിട്ട് എടുക്കുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ എടുക്കണം എന്നില്ല. സോ മേ ബി കുറച്ച് അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഡെഫിനറ്റ്ലി അത് ശരിയാവും. എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറക്റ്റ് എല്ലാം ഓക്കെ ആയി. സോ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഓക്കെ ആവും എന്ന് മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ലൈഫിൽ ന്യൂ കണക്ഷൻസ്, ന്യൂ പാർട്ട്ണർഷിപ്സ് വരുന്നുണ്ട്. കരിയറിൽ സെൽഫ് വർത്ത് മനസ്സിലാക്കുക. നിങ്ങളുടെ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞൊരാളുണ്ട്. അത് ഫിയേഴ്സിൽ നിന്നല്ലാണ്ട് നിങ്ങളുടെ ഒരു വാല്യൂ നിന്നിട്ട് ആക്ട് ചെയ്യുക. നിങ്ങളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യുക. സോ നിങ്ങൾ വിചാരിക്കാത്തതിൻ്റെ പിന്നിൽ കുറേ സംഭവം നിങ്ങൾ ആഗ്രഹിച്ചു എന്നൊരു ഫുൾഫിൽമെൻറ്റ്, സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബിലീവ് ചെയ്യുക. കരിയറിൽ പുതിയ മാറ്റങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റേജാണ്. സോ ലെറ്റ് ഇറ്റ് ഗോ. പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക, പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താ? ഫയൽ നമ്പർ 3 ലവ് റിലേഷൻഷിപ്സിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഫയൽ നമ്പർ 3 ലവ് റിലേഷൻഷിപ്സ്. ലവ് റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട് ലവ് റിലേഷൻഷിപ്സിൽ. എല്ലാ ഓപ്പർച്യൂണിറ്റീസ് വേഗം ഫാസ്റ്റ്, എന്തെങ്കിലും സ്റ്റക്കായി എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ്, ഫാസ്റ്റ് മൊമെൻറ്റം നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്സിൽ കാണുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് വറി. നിങ്ങളുടെ പാർട്ട്ണറിൻ ഹീൽ യുവർ സെൽഫ്. നിങ്ങളുടെ സെൽഫ് വർത്ത് അതിലേക്ക് കൊണ്ടുവരിക, ഹീൽ ചെയ്യുക. ഡെഫിനറ്റ്ലി നല്ലൊരു ബിഗിനിങ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ. ആൻഡ് ഫാമിലി ലൈഫിലും കൂടെ നോക്കിയിട്ട് നമുക്ക് പേഴ്സണലി എന്നുള്ള മെസ്സേജസ് നോക്കാം. ഫാമിലി റിലേഷൻഷിപ്സ് എങ്ങനെയാണ്? ഫാമിലി റിലേഷൻഷിപ്സിൽ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് ബിലീഫ്സ്, നെഗറ്റീവ് പാറ്റേൺസിൽ സ്വന്തമായി അകപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ നോക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങൾ കൂടുതൽ ലവിങ് ആയിരിക്കും. ബട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ സ്ട്രോങ് ആയിരിക്കണം. ഹാവ് ഫെയ്ത്ത് ഇൻ ദ ഡിവൈൻ. നിങ്ങളുടെ കപ്പ് പോർ ചെയ്യാന്ന് പറയില്ലേ, നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ കറക്റ്റായിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെയോ നെഗറ്റീവ് ബിലീവ്സിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ഫാമിലി പാറ്റേൺസ്, ഫാമിലി ബിലീവ്സ്, ഫാമിലി എന്ത് വിചാരിക്കും, അത് വിചാരിക്കുമോ, ഫാമിലി ഇങ്ങനെയാണെന്നുള്ള കുറച്ച് നെഗറ്റീവ് തോട്ട്സിലാണ്. ബട്ട് ബാലൻസ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഡോണ്ട് വെറി. നിങ്ങൾ കൂടുതൽ ലവോടെ കൂടെ അത് പെരുമാറാൻ ശ്രമിക്കുക, ലവോട് കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, കൂടുതൽ ലവിങ്ലി അത് കാണാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി അത് എന്തായാലും ഫൊഗീവ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നല്ലൊരു ഇത് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലൈഫ് എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. നിങ്ങളത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾ നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ഫയൽ നമ്പർ 3 റിലേഷൻഷിപ്പിലാണെങ്കിൽ പേഴ്സണൽ എന്നുള്ള മെസ്സേജസ് എന്താണ്? പേഴ്സണൽ എന്നുള്ള മെസ്സേജസ് ഫോർ ഫയൽ നമ്പർ 3. പേഴ്സണൽ എന്നുള്ള മെസ്സേജസ് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക കേട്ടോ.
പേഴ്സൺ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഹാപ്പിയാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അവർ കൂടുതലും എക്സ്പ്രസ്സിങ് അല്ല, അവർ കൂടുതലും ചിന്തിക്കുന്ന ആൾക്കാരാണ്, പ്രാക്ടിക്കൽ ആൾക്കാരുകളാണ്. പക്ഷെ അവർക്ക് എന്തൊക്കെയോ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നിങ്ങളോട് ഫുള്ളി ഓണസ്റ്റ് ആവാൻ പറ്റുന്നില്ല. അവർ തന്നെ അവരുടേതായ ഓൺ തോട്ട്സിൽ പെട്ടിരിക്കുകയാണ്. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ, ദേ ഹാവ് ഹേർട്ട് മീ, ഐ എം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദാൻ മൈ ഹാർട്ട്. അവരെ കൂടുതലും പ്രാക്ടിക്കലി ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരുകളാണ്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, എന്നാൽ നിങ്ങളെ വിട്ട് കളയാനും പറ്റാത്ത എന്നുള്ളൊരു സ്റ്റേജിലാണ്. ബട്ട് ഡെഫിനറ്റ്ലി ദേ ഹാവ് ലവ്. ഡെഫിനറ്റ്ലി പുതിയൊരു മൊമെൻറ്റം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലവ് ലൈഫിലൊരു ന്യൂ ബിഗിനിങ്സ് മൊമെൻറ്റം വരുന്നുണ്ട്. സോ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാം. നെഗറ്റീവായിട്ട് നിങ്ങൾ നെഗറ്റീവ് എനർജീസ് സെൻഡ് ചെയ്യാണ്ട് ലവ് എനർജീസ് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, പോസിറ്റീവ് എനർജീസ് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഇത് ഹീലാവും. ഓക്കെ, ഡെഫിനറ്റ്ലി നല്ലൊരു ലൈഫ് ഉണ്ടായിരിക്കും. സോ പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ റീഡിങ്സ് ഇല്ല, പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ ഗൈഡൻസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക, കസ്റ്റം സബ്ലിമിനൽസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഞാൻ പറയാണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യരുത് പ്ലീസ്. എനർജീസ് ആണ്, സെൻസിറ്റീവ് ആണ്. സോ നിങ്ങൾക്ക് സെഷൻ എടുക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ അതുവരെ എത്തിക്കും. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് എല്ലാവരും നിങ്ങളുടെ എനർജീസ് ഫോക്കസ് ചെയ്യുക, റൈറ്റ് ആക്ഷൻസ് എടുക്കുക. ഡെഫിനറ്റ്ലി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്.